ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സിലബസ് സ്റ്റാൻഡേർഡ് 8th ഹിന്ദി ന്യൂ സിലബസ് ഇക്കായി 3 ഖുൽത്തെ നസാരയിലുള്ള ജബ് ഹം ധീരെ ചൽത്തെ ഹേ എലൻ ഷായുടെ വളരെ പ്രസിദ്ധമായ ഒരു യാത്രാ വിവരണമാണ്. എലൻ ഷാ ബെർലിൻ में रहने वाला भारतीय कलाकार, ചിത്രകാർ, ആനിമേറ്റർ और കഹാനിക്കാർ है. എലൻ ഷാ ബെർലിനിൽ താമസിക്കുന്ന ഭാരതീയ കലാകാരനാണ്, ചിത്രകാരനാണ്, ആനിമേറ്ററാണ്, കഥാകൃത്താണ്. 1973 ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു യാത്രാ വിവരണമാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ജബ് ഹം ധീരെ ചൽത്തെ ഹേ എന്ന് പറയുന്നത്. ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ ക്ലാസ് വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് മലയാളം എക്സ്പ്ലനേഷനോട് കൂടിയതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നു വയ്ക്കുക. കയ്യിൽ ഇതുപോലെ ഒരു പെൻസിലോ പേനയോ കരുതുക. ഏതെങ്കിലും നിങ്ങൾക്കറിയാൻ വയ്യാത്ത വേർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വരയിടുക, മുകളിൽ അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ് എഴുതിയെടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് അനായാസം അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജബ് ഹം ധീരെ ചൽത്തെ ഹേ എലൻ ഷാ. मैं हमेशा की तरह मेट्रो में स्केचिंग करता घर लौट रहा था. मैं हमेशा की तरह, ഞാൻ എപ്പോഴത്തെയും പോലെ, മെട്രോയിൽ സ്കെച്ചിങ് കർത്ത, മെട്രോയിൽ ഇരുന്ന് സ്കെച്ചിങ് ചെയ്തുകൊണ്ട്, ഘർ ലൗട്ട് രഹാ ഥ, വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തബി ഏക് ലഡ്കി പാസ് ആക്കർ മേര കാം ദേഖ്നെ ലഗി. തബി ഏക് ലഡ്കി, അപ്പോൾ ഒരു പെൺകുട്ടി, പാസ് ആക്കർ, എന്റെ സമീപത്ത് വന്നിട്ട്, മേര കാം ദേഖ്നെ ലഗി, മേര കാം, എന്റെ ജോലി, എന്റെ പ്രവൃത്തി, ദേഖ്നെ ലഗി, അവൾ നോക്കാൻ തുടങ്ങി. ഉസ്കാ നാം ലുവാന ഥ, അവളുടെ പേരാണ് ലുവാന, അഥവാ അവളുടെ പേര് ലുവാന എന്നായിരുന്നു. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗാക്കി. ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്നാണ്. രസകരമായി തോന്നി, അവൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉസേ കാം ഇത്തന ദിൽചസ്പ് ലഗാക്കി, അവൾക്ക് ജോലി ഇത്രമാത്രം ഇഷ്ടപ്പെട്ടു. എത്രമാത്രം? ഉസേ അപ്പന വിസിറ്റിംഗ് കാർഡ് മുझे ദിയ, അവൾ തൻ്റെ വിസിറ്റിംഗ് കാർഡ് എനിക്ക് തരികയും, അവർ മിൽനെ കാ വാദാ കിയ, വീണ്ടും കാണാം എന്ന് ഉറപ്പു പറയുകയും ചെയ്തു. കുച്ച് ദിനോ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, വോ അപ്പനെ ദോസ്ത് മാനുവൽ കെ സാത്ത്, അവൾ, വോ എന്ന് പറഞ്ഞാൽ അവർ, അപ്പനെ ദോസ്ത് മാനുവൽ കെ സാത്ത്, തന്റെ സുഹൃത്തായ മാനുവലിനോട് ഒപ്പം, മുझसे മിൽനെ ആയി, എന്നെ കാണാൻ വന്നു. ഉൻകി സംസ്ഥ കലാധിയത്രോ ഇറ്റലി के फ्रिवोली इलाके में एक चलता फिरता थिएटर शुरू करना चाहती थी. ഉൻകി സംസ്ഥ, സംസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ സ്ഥാപനം, അവളുടെ സ്ഥാപനം. പേര് കലാധിയത്രോ എന്നാണ്. അതെവിടെയാണ് അതിൻ്റെ സ്ഥലം? ഇറ്റലി കെ ഫ്രിവുലി ഇലാക്കേമേ, ഇറ്റലിയിലെ ഫ്രിവുലി എന്ന പ്രദേശത്ത്, ഇലാക്ക എന്ന് പറഞ്ഞാൽ പ്രദേശം, ഇലാക്കേമേ പ്രദേശത്ത്, ഏക് ചൽത്താ ഫിർത്ത, ചൽത്താ ഫിർത്ത എന്ന് പറഞ്ഞാൽ മൂവിങ് അല്ലെ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, തിയേറ്റർ ശുരു കർണ ചാത്തി തി, ഒരു സഞ്ചരിക്കുന്ന തിയേറ്റർ ആരംഭിക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. ഇസ്മേം ചിത്രകാർ, ഇതിൽ ചിത്രകാരന്മാര്, സംഗീതകാർ, സംഗീതകാരന്മാര്, ഡാൻസർ, ഡാൻസേഴ്സ്, ഫോട്ടോഗ്രാഫർ, ഫോട്ടോഗ്രാഫർമാർ, സബ് ഹോനെ ഥി, എല്ലാവരും ഉണ്ടാകണമായിരുന്നു. ലുവാന ഖുദ് ഇസ് ഗ്രൂപ്പ് കി ഏക് ബഹത്തരീൻ ഡാൻസർ. ഈ ട്രൂപ്പിലെ വളരെ ഫേമസ് ആയ, ബഹത്തരീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള, അല്ലെ, ഏറ്റവും
ഭംഗിയായിട്ടുള്ള ഡാൻസർ ഒരു ഡാൻസർ ആണ് ഈ ട്രൂപ്പിലെ अथवा ये ग्रुपिले। उन्होंने मुझे इस यात्रा को चित्रों में दर्ज करने का न्योता दिया। उन्होंने അദ്ദേഹം അഥവാ അവൾ മുझे इस यात्रा में എന്നോട് ഈ യാത്രയിൽ ചിത്രങ്ങൾ വരയ്ക്കുവാനായിട്ട് ക്ഷണിച്ചു. ന്യോദാദിയ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു. मेरे पास ഹാം के अलावा कोई जवाब न था. ശരി എന്നല്ലാതെ മറ്റൊരു മറുപടിയും കൊടുക്കാൻ എൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അഥവാ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അങ്ങ് സമ്മതിക്കുകയാണ് ചെയ്തത്. इस प्रोजेक्ट का मकसद സ്ലോ ട്രാവൽ का അനുഭവ് ലേന था. ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം, മക്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യമെന്നാണ്. അറിയാൻ വയ്യാത്തവർ അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ എഴുതിയെടുക്കുക. മക്സദ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം സ്ലോ ട്രാവൽ കാ അനുഭവ് ലേനാഥ. സ്ലോ ട്രാവൽ അഥവാ പതുക്കെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു സ്ലോ ട്രാവൽ അനുഭവം അനുഭവിക്കുക, അതായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്. മധ്യകാൽമേം ലോഗ് ഗധേ पर सामान बांधकर एक से दूसरे जगह ले जाते थे. മധ്യകാലഘട്ടത്തിൽ ജനങ്ങൾ കഴുതയുടെ പുറത്ത് സാമാൻ ബാന്ധക്കർ സാധനങ്ങൾ കെട്ടിവച്ചിട്ട് ഏക് സേ ദൂസരി ജഗഹ് ലേ ജാത്തേ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഹമാര റൂട്ട് ഭി ഏക് ഐസാ ഭി മധ്യകാലീന രാസ്താത. നമ്മുടെ റൂട്ടും ഏതാണ്ട് ഒരു മധ്യകാലഘട്ടത്തിലെ ഇതുപോലുള്ള ഒരു വഴിയായിരുന്നു. ഏക് അലഗ് അലഗ് ശഹറോം സേ ഹോക്കർ ഗുസർത്താത. ഇത് വ്യത്യസ്ത പട്ടണങ്ങളിലൂടെ കടന്നുപോയിരുന്നു. ഗുസർത്താത കടന്നുപോയിരുന്നു. മാരെ സാത്ത് ഞങ്ങളുടെ കൂടെ ഫിവാക്കോ എന്ന് പേരുള്ള ഒരു കഴുതയും ഉണ്ടായിരുന്നു. യാ യൂം കഹേക്കി അഥവാ ഇപ്രകാരം പറയുന്നതായിരിക്കും ശരി. ഹം ഫിവാക്കോ കെ സാത്ത് ദേ, ഞങ്ങൾ ഫിയാക്കോയുടെ കൂടെയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ലേഖകൻ പറഞ്ഞു ഹം ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ തെ, കാരണം ഞങ്ങൾ അതിൻ്റെ പിന്നാലെയാണ് നടന്നിരുന്നത്. ഫിയാക്കോ കാ മാലിക് എലിയ ബി സാത്തുദ. ഫിവാക്കോയുടെ യജമാനൻ ഓണർ എലിയ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. തൈ ഹുവാക്കി ജഹാം ജഹാം ഫിവാക്കോ റുക്കേഗ ഹം ബി വഹി റുക് ജായെങ്കെ. ഞങ്ങൾ തീരുമാനിച്ചത് ഇങ്ങനെയാണ്. തൈ ഹുവ നിശ്ചയിച്ചു, തീരുമാനിച്ചു. എവിടെല്ലാം ജഹാം ജഹാം എവിടെയെല്ലാം ഫിവാക്കോ റുക്കേഗ ഫിവാക്കോ നിൽക്കുന്നുവോ ഹം ബി വഹി റുക് ജായെങ്കെ ഞങ്ങളും അവിടെ നിൽക്കും. ഹമേ കഹീം പക്കുഞ്ചിനേക്ക് ജൽദി നഹീം തി. ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണമെന്നുള്ള തിടുക്കം ഉണ്ടായിരുന്നില്ല. ഹം രാസ്തേ മേ കഹീം ഭി രുക് കർ നാച്ചനെ ഗാനെ ബജാനെ ലഗ്തേ थे. ഞങ്ങൾ വഴിയിൽ മിക്ക സ്ഥലങ്ങളിലും നിർത്തിയിട്ട് രുക് കർ നിർത്തിയിട്ട് നാച്ചനെ ഗാനെ ബജാനെ ലഗ്തേ थे ആടുകയും പാടുകയും ഒക്കെ ചെയ്തിരുന്നു. അഥവാ പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ജിസ് ശഹർ മേം ഷാം കോ പെർഫോം കർത്തെ വഹീം രാത്ത് ഗുസാർത്തെ थे. ഏതു പട്ടണത്തിൽ ഷാം കോ പെർഫോം കർത്തെ थे, വൈകുന്നേരം ഞങ്ങൾ പെർഫോം ചെയ്തിരുന്നുവോ അഥവാ ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തിരുന്നുവോ. വഹീം രാത്ത് ഗുസാർത്തെ थे, അവിടെയാണ് ഞങ്ങൾ രാത്രി കഴിച്ചു കൂട്ടിയിരുന്നത്. രാത്ത് ഗുസാർണ എന്ന് പറഞ്ഞാൽ രാത്രി ചിലവഴിക്കുക, രാത്രി ചിലവഴിച്ചിരുന്നത്. മേം ഇൻ സബ്കോ കാഗസ് പർ ഉക്കേർത്ത രഹത്ത. ഞാനാകട്ടെ ഈ എല്ലാത്തിൻ്റെയും ചിത്രം എൻ്റെ പേപ്പറിൽ വരച്ചിരുന്നു. കാഗസ് പർ ഉക്കേർത്താഥ പേപ്പറിൽ വരച്ചിരുന്നു. ശുരുവാത്ത് നദീസെ ദുവാ മാംഗനെ സെ ഹുയി. തുടക്കം നദിയോട് പ്രാർത്ഥിച്ച് ആയിരുന്നു. കാത്തറീനാനെ ഏക് സുന്ദർ ഗാന ഗായ. അതിലെ ഒരു കഥാപാത്രമാണ് കാത്തറീന. കാത്തറീന ഒരു മനോഹരമായ പാട്ട് പാടി.
കയ്യോം കി ആംഖേം ഭീഗി. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. അത്ര മനോഹരമായിരുന്നു ആ പാട്ട്. എല്ലാവരുടെയും മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്നതായിരുന്നു എന്നർത്ഥം. മുझे നദി സെ യൂം ദുആ മാംഗന ബഹുത്ത് അച്ഛാ ലഗ. എനിക്ക് നദിയോട് പ്രാർത്ഥിക്കുന്നത് വളരെ ഇഷ്ടമായി തോന്നി. അചാനക് ഫിവാക്കോ ചലത്തെ ചലത്തെ രുക് ഗയ. പെട്ടെന്ന് ഫിവാക്കോ നടപ്പ് നിർത്തി. ആകെ നദി രാസ്ത പാർ കർ രഹി थी. മുന്നില് ഒരു നദി കടക്കാനുണ്ടായിരുന്നു. ഷായദ് ഫിവാക്കോ സെ ഉസേ പാർ നഹീം കർണ ചാഹതാ था. ഒരു പക്ഷേ ഫിവാക്കോ ആ നദി കടക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹം ഭി രുക് ഗയേ. അങ്ങനെ ഞങ്ങളും അവിടെ നിന്നു. കുച്ചിനെ ആരാം കിയ. കുറച്ചുപേര് വിശ്രമിച്ചു. കുച്ചിനെ ഫൽഖായി. കുറച്ചുപേര് പഴങ്ങളൊക്കെ കഴിച്ചു. എലിയാനെ ഫിവാക്കോക്കോ മനാനേക്ക് ബഹുത്ത് കോശിഷ് കി. എലിയ അഥവാ ഫിവാക്കോയുടെ ഓണർ ഫിവാക്കോയെ മുന്നോട്ട് നടക്കാൻ ഒരുപാട് പരിശ്രമിച്ചു. പർ വോ ടസ് സേ മസ് ന ഹുവാ. ടസ് സേ മസ് ന ഹുവാ ഒരു പ്രയോഗമാണ്. അണുവിട ചലിച്ചില്ല. അവൻ ഫിവാക്കോ ഒരു അടി പോലും മുന്നോട്ട് വച്ചില്ല. കൊയ് പൗൻ ഖണ്ഡേ ബാദ് ക്രിസ്റ്റീന ने उसे गेहूं की बालियां दिखाई. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് ക്രിസ്റ്റീന ഗോതമ്പിന്റെ കുറച്ച് കതിരുകൾ ഫിവാക്കോയെ കൊണ്ട് കാണിച്ചു. ഉസെ ദേഖത്തെ ഹി ഫിവാക്കോ സടക്ക് പാർ കർ ഗയ. അത് കണ്ട ഉടനെ തന്നെ അവൻ ആ റോഡും കടന്നപ്പുറത്തെത്തി. പർ സഭി ഉസ്കെ സാത്ത് നഹീം ചലത്തെ. പക്ഷേ എല്ലാവരും അവനോടൊപ്പം നടന്നില്ല. വേ ബാത്തോമേ മസ്ഗൂൽ ഥേ. അവർ സംസാരത്തിൽ മുഴുകിയിരുന്നു. സബ് സാത്ത് ഥേ. എല്ലാവരും അവിടെ ഒപ്പമുണ്ടായിരുന്നു. മജേമേൻ ഥേ. വലിയ രസത്തിലായിരുന്നു എല്ലാവരും. കാതരീന ഉസ് പാർ गेहूं के खेत में जाकर गाने लगी. കാതറീന ഉടനെ തന്നെ ഒരു ഗോതമ്പ് വയലിന്റെ നടുക്കോട്ട് ഇറങ്ങി പാട്ടുപാടാൻ തുടങ്ങി. ഉസ്കെ ഗാനമേ ഇത്തനി കശിസ് ധീക്കി സബ് ഖിഞ്ചിനെ ചലയായി. അവളുടെ പാട്ടിൽ ഇത്രമാത്രം മാധുര്യമുണ്ടായിരുന്നു. എല്ലാവരെയും അങ്ങോട്ടേക്ക് ആകർഷിച്ചു. കുച്ചിനെ ഖേത്ത് സെ ബാലിയാം ഉച്കായി. കുറച്ചുപേര് വയലിൽ നിന്ന് കതിരുകൾ വലിച്ച് എടുത്തു. ബൈനെ ഏക്ക് ഹാത്ത് മേം ഉൽട്ട പകട പൗധ ദേഖ. ഞാൻ ആരുടെയോ കയ്യിൽ തലമറിച്ച് പിടിച്ചിരിക്കുന്ന ഒരു ചെടി കണ്ടു. അതായത് വേര് മുകളിലും ഇലകളെല്ലാം താഴെയുമായി ഒരാൾ പിടിച്ചിരിക്കുന്നത് കണ്ടു. ഉസ്കി ജഡ് ഊപ്പർ ദി ജോ ഫൂലോം കി തരഹ് ലഗ് രഹി ഥി. അതിന്റെ വേരുകൾ മുകളിലായിരുന്നു. പൂക്കൾ പോലെ അത് കാണപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയാം, ജബ് ഹം ധീരെ ചൽത്തെ ഹെ എന്ന് പറയുന്ന ഈ ലെസൺ, ഈ യാത്രാ വിവരണം വളരെ വലിയ ഒരു യാത്രാ വിവരണമാണ്. നമുക്ക് ഒറ്റയടിക്ക് അത് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്കത് ബോറടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇത്രയും ഭാഗം ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും അതുവരേക്കും നന്ദി, നമസ്കാരം.